ഇന്ന് നമ്മളുടെ സ്വന്തം ലാലേട്ടൻ്റെ ബർത്ത്ഡേ ആണ്. ഇന്നത്തെ സ്പെഷ്യൽ ഡിഷ് ലാലേട്ടൻ ഡെഡിക്കേറ്റഡ് ആണ്. ഇനിയും 1000 ജന്മദിനം ആഘോഷിക്കാൻ ദൈവം ലാലേട്ടനെ അനുഗ്രഹിക്കട്ടെ. നമ്മളുടെ ഇന്നത്തെ റെസിപ്പിയിലേക്ക് പോവാം. ഇന്നത്തെ റെസിപ്പിക്ക് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് നമുക്ക് നോക്കാം. ഉരുളക്കിഴങ്ങ് പൊടിച്ചതാണ്, വേവിച്ച് പൊടിച്ചതാണ്. ബ്രെഡ് ക്രംസ്, ജീരകപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, കോൺഫ്ലവർ, ഉപ്പ്. നമുക്ക് ആദ്യം തന്നെ ഈ ഉരുളക്കിഴങ്ങ് പൊടിച്ചതിലേക്ക് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് തന്നെ നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടി ഒരു 1/2 ടീസ്പൂൺ. അതിലേക്ക് തന്നെ നമുക്ക് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ ജീരകപ്പൊടി ചേർക്കാം. ഇനി നമുക്ക് അതിലേക്ക് ഒരു 2-3 സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് ബ്രെഡ് ക്രംസ് ഒരു 1.5 ബൗളാണ്. ചെറിയൊരു ബൗള്, അപ്പോൾ നമുക്കത്രയും എടുത്തിട്ടേ ഉള്ളൂ. ഒരു 1/4 കപ്പ് നമ്മുടെ എടുക്കുന്ന അനുസരിച്ച് മതി, ഒരുപാട് അങ്ങ് ചേർക്കണ്ട. ഞാനപ്പോൾ ഇതിനകത്തിൽ കുറച്ച് ഒരു 1/2 കപ്പ് ബ്രെഡ് ക്രംസ് ചേർത്തിട്ടുള്ളൂ. ഇനി നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തിട്ട് നമുക്ക് കൈ കൊണ്ടത് നന്നായിട്ടൊന്ന് കുഴച്ച് ഒരു ബോൾ രൂപത്തിലാക്കി വെക്കാം. നമുക്ക് ചപ്പാത്തി മാവൊക്കെ കുഴയ്ക്കുന്ന പോലെ ഒന്നാക്കി കൊടുക്കാം. ഇതേപോലെ കൈ കൊണ്ട് നന്നായിട്ട് കുഴക്കണം, എന്നാലേ നമുക്ക് അതേ രീതിയിൽ നന്നായിട്ട് വരത്തുള്ളൂ. സ്പൂൺ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ വരത്തില്ല. അതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കാൻ വേണ്ടിയാണ്. ഇതിന് നന്നായിട്ട് നമുക്ക് കൈ കൊണ്ടൊന്ന് ഉരുട്ടി കൊടുക്കാം. ഇതേപോലെ ആക്കിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഒരു പകുതി ഭാഗം ഞാൻ എടുക്കുകയാണ്. വലിയൊരു ബോളായിരുന്നു, അതിനകത്ത് നിന്നൊരു 1/2 ബോളാക്കി നമുക്ക് മാറ്റിയെടുക്കാം. ഇനി അത് നന്നായിട്ട് നമുക്ക് ഈ ചപ്പാത്തിയുടെ മേക്കറിലേക്ക് വെക്കാം. അതിനകത്ത് ചപ്പാത്തിയുടെ മേക്കറിൽ ഞാൻ കുറച്ച് ഓയിൽ തേച്ചിട്ടുണ്ട്. ഇതിൽ തന്നെ നമ്മൾ കൈ കൊണ്ട് തന്നെ ഇതിങ്ങനെ ഒന്ന് പരത്തി കൊടുക്കാം, കുറച്ച് വലുപ്പത്തിൽ. ഇനി നമുക്ക് ഇതിൻ്റെ മേലെ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനിയും ഒരു ചെറിയ ബോട്ടിലിൻ്റെ അടപ്പ് വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ ഓരോ പോർഷനിലും ഓരോ റൗണ്ടായിട്ട് നമുക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ ഒരു 4 റൗണ്ട് ഞാനിപ്പോൾ എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും റൗണ്ടായിട്ടുള്ള എന്തെങ്കിലും സ്റ്റെൻസിൽ വെച്ചിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി ഞാൻ ഇത് ബാക്കി പോർഷൻ ഞാനൊന്ന് മാറ്റുവാണ്. അപ്പോൾ നമുക്കൊരു 4 സർക്കിൾ കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു സ്ട്രോ വെച്ചിട്ട് ഞാൻ ചെറിയ 2 ഹോള് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ പൊട്ടാറ്റോയ്ക്ക് ചെറിയ 2 കണ്ണ് പോലെ വന്നിട്ടുണ്ട്. അപ്പം 4 ഒരേപോലെ വന്നിട്ടുണ്ട്. ഇനി ഒരു സ്പൂൺ വെച്ചിട്ട് ഇതിനൊരു ഇതേപോലെ സ്പൂൺ വെച്ചിട്ട് അതിനൊരു ചെറിയ 2-3 വായ കൊടുത്തിട്ടുണ്ട്. ഇപ്പം ചിരിക്കുന്ന പോലെ തോന്നുന്നുണ്ടോ? ഇനി നമുക്ക് എണ്ണ
ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി കുറച്ച് എണ്ണ ഒഴിച്ചു. ഇനി ഇത് ഓരോന്നായിട്ട് നമുക്ക് ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ഫ്രൈ ആയി വരുന്നുണ്ട്. ഇനി നമുക്ക് കോരി മാറ്റാം. ലാലേട്ടൻ സ്പെഷ്യൽ സ്മൈലി പൊട്ടറ്റോ റെഡി ആയിട്ടുണ്ട്. താങ്ക് യു. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.